ഒരാൾക്ക് സുഹൃദ് ഉണ്ട് എന്നതിന്റെ അടയാളങ്ങളായി ഉലമാക്കൾ സലഫുകൾ 3 കാര്യങ്ങളെ എടുത്തു പറഞ്ഞതായി കാണാം. ആ 3 കാര്യങ്ങൾ ഒരുവനുണ്ടെങ്കിൽ അവൻ സുഹൃദ് ഉള്ളവനാണ് എന്ന് അലാമത്തായിട്ട് അടയാളമായി പറഞ്ഞത് കാണാം. അതിൽ ഒന്നാമത്തേത് പറഞ്ഞു, അയ്യകൂനൽ അബ്ദു ബിമാ ഫി യദില്ലാഹ് ഔഫഖ മിൻഹു ബിമാ ഫി യദിഹി. അവന്റെ കയ്യിലുള്ളതിനേക്കാൾ അവന് ദൃഢമായ വിശ്വാസവും ആശ്രയവും ഉള്ളത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതിനെ പറ്റിയായിരിക്കും. അവന്റെ കയ്യിലുള്ള അവന്റെ സമ്പത്തിനേക്കാൾ, അവന്റെ കച്ചവടത്തേക്കാൾ, അവന്റെ അധികാരത്തേക്കാൾ, അവന്റെ സൗകര്യങ്ങളെക്കാൾ അള്ളാഹുവിൽ ആശ്രയിക്കുന്നവനായിരിക്കും അവൻ. അവന്റെ കയ്യിലുള്ളതിലല്ല അവൻ ആശ്രയിക്കുക, പൂർണ്ണമായും അള്ളാഹുവിലായിരിക്കും. അവന്റെ ഉപജീവനം അവൻ അള്ളാഹുവിലാണ് ആശ്രയിക്കുക, അല്ലാതെ അവന്റെ ജോലിയിലോ അവന്റെ കച്ചവടത്തിലോ അവന്റെ സമ്പത്തിലോ അല്ല. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും അള്ളാഹുവിനെ പൂർണ്ണമായി ആശ്രയിക്കുന്നവനായിരിക്കും. രണ്ടാമത്തെ അടയാളം പറഞ്ഞു, യകൂനൽ അബ്ദു ഇദാ ഉസീബ ബിമുസീബത്തിൻ ഫി ദുനിയ മിൻ ദഹാബി മാലിൻ ഔ വലദിൻ ഔ ഗൈറ ദാലിക് അർഗബ ഫി സവാബില്ലാഹ്. അവന് ദുനിയാവിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, അവന്റെ സമ്പത്തിലോ അവന്റെ സന്താനങ്ങളിലോ എന്തെങ്കിലും നഷ്ടം ബാധിച്ചു കഴിഞ്ഞാൽ, ആ നഷ്ടം ബാധിച്ചതിനേക്കാൾ അവൻ താല്പര്യവും അവൻ ഇഷ്ടവും ഉണ്ടാവുക അത് കാരണം അവന് ലഭിക്കുന്ന പ്രതിഫലമോർത്തായിരിക്കും, അള്ളാഹുവിന്റെ പ്രതിഫലമായിരിക്കും. സുഹൃദ് കൊണ്ടല്ലാതെ ഒരാൾക്ക് മുസീബത്തുകൾ നിസ്സാരമാവുകയില്ല. മൂന്നാമത്തെ അടയാളം, അയ്യസ്തവിയ ഇൻദൽ മർഇ മദ്ഹുൽ ഖൽഖി വദമ്മുഹും ഫൽകുല്ലു ഇൻദഹു സിവാഹ്. ഒരുവനെ അവനെ ജനങ്ങൾ പ്രശംസിച്ചാലും ജനങ്ങൾ വാഴ്ത്തിയാലും ജനങ്ങൾ ആക്ഷേപിച്ചാലും അവൻ ഒരുപോലെ ആയിരിക്കും. ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങളുടെ ആക്ഷേപമോ അവന് ഒരു കാര്യവും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവൻ എങ്ങനെയാണ് എന്നത് മാത്രമായിരിക്കും അവൻ ശ്രദ്ധിക്കുന്ന കാര്യം. ഈ 3 ഗുണങ്ങൾ നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുക.